السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة مباركة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ആഗ്രഹങ്ങളെ നീ പൂവണിയിക്കണേ അല്ലാഹ്. അവരെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. കമന്റ് ബോക്സിൽ ഓരോരോ മജ്ലിസ് എടുത്ത് നോക്കിയാലോ അതിൻ്റെ കമന്റ് ബോക്സിൽ ധാരാളം ദുആ വസിയത്തുകൾ, ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, വാട്സപ്പിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിട്ട് വന്ന് കൺസൾട്ടിങ്ങിന് വന്ന് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ആഗ്രഹങ്ങളെ നീ പൂവണിയിക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് രക്ഷ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകളെ ഇടങ്ങേറുകളെ നീ നൽകല്ലേ അല്ലാഹ്. അവർക്ക് നീ വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇരു വീട്ടിലും അല്ലാഹ് നീ വിജയം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെയും അവരെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു രാവാണ്. ബർക്കത്തുകളേറെ നിറഞ്ഞ, മഹത്വങ്ങളേറെ നിറഞ്ഞ ബറാഅത്തിൻ്റെ രാവ്, ലൈലത്തുൽ മുബാറക, ബർക്കത്താക്കപ്പെട്ട രാവ്. ലൈലത്തുൽ മുബാറക ബർക്കത്താക്കപ്പെട്ട രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ മുഅ്മിനീങ്ങളെ, ധാരാളം ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കണം ഈ ബറാഅത്ത് രാവിനെ. ശഅബാനിൻ്റെ പകുതിയിലൊരു രാവുണ്ട്, ബർക്കത്താക്കപ്പെട്ട രാവ്. ആ രാവിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഏതാണ് ആ രാവ്? നമ്മളിലേക്ക് കടന്നു വരുന്ന ബറാഅത്തിൻ്റെ രാവ്. ആ രാവിൽ എന്തൊക്കെയാണ്, ആ രാവിലുള്ള മഹത്വങ്ങൾ, എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി പോകരുത്. ഈ ബറാഅത്ത് രാവിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന സമാഗതമാകുന്ന ഈ ബറാഅത്ത് രാവിലെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പായാക്കരുത്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീക്ഷിക്കണം. എന്നാലുള്ളൂ എന്തൊക്കെയാണ് നമ്മൾ ഈ ബറാഅത്ത് രാവിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് പായായി പോവാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത്, ഈ രാവിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ദുഹാൻ എല്ലാവരും പാരായണം ചെയ്യുന്ന സൂറത്താണ്, പതിവാക്കുന്ന സൂറത്താണ്. ശഅബാനിൻ്റെ ആദ്യം മുതൽ 15 വരെ, അതായത് പകുതി വരെ സൂറത്തു ദുഹാൻ ഓതൽ വലിയ ശ്രദ്ധയുണ്ട്.
വലിയ മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്, അതിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ആ ദുഹാനിലെ സൂറത്തുൽ ദുഹാനിലെ 3-ാമത്തെ ആയത്ത് ഏതാണ്? ആയത്ത് ഞാൻ ആദ്യം ഓതിയ ആയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഇതിൽ പരാമർശിച്ച ആ രാവ് അത് ബറാഅത്ത് രാവാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ ദുഹാനിലെ 3-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയ ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാവ്, അത് ബറാഅത്ത് രാവിനെ പറ്റിയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഈ രാവ് ശഅബാനിലെ പകുതിയിലെ, അതായത് ശഅബാൻ 15-ന്റെ രാവാണെന്ന് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ആ രാവിൽ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്ന രാവാണ് ശഅബാൻ 15-ന്റെ രാവ്, പകുതിയിലെ രാവ് എന്ന് മഹാനായി ഇക്രിമ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് വലിയ മഹത്വമുള്ള രാവാണ് ശഅബാൻ 15-ന്റെ രാവ്, നമ്മളിലേക്ക് സമാഗതമാകുന്ന രാവ്, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്ന രാവ്, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആയുസ്സിനെ തീരുമാനിക്കുന്ന രാവാണ് 15-ന്റെ രാവ്. നമുക്ക് എന്തൊക്കെയാണോ ഒരു വർഷം കൊണ്ട് നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ, എന്തെല്ലാം അവൻ നേടും, ഈ വർഷം അവനക്ക് പരാജയമാണോ അല്ലെങ്കിൽ ഈ വർഷം അവനക്ക് വിജയമാണെന്നോ അള്ളാഹു തീരുമാനിക്കുന്ന ക്രമീകരിക്കപ്പെടുന്ന രാവാണ് ശഅബാൻ 15-ന്റെ രാവ് എന്ന് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു 5 മഹത്വങ്ങൾ. ഈ 5 പ്രത്യേകതകൾ ബറാഅത്ത് രാവിന്, അത് നമുക്കൊന്ന് പഠിക്കണം. എൻ്റെ മുഅ്മിനീങ്ങളെ, 5 പ്രത്യേകത, അത്ഭുതകരമായിട്ടുള്ള 5 പ്രത്യേകതകൾ ഈ ബറാഅത്ത് രാവിനുണ്ട്. നമ്മൾ കേൾക്കാത്ത, അറിയാത്ത 5 പ്രത്യേകതകൾ ഈ ബറാഅത്ത് രാവിനുണ്ടെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. 5 പ്രത്യേകതകൾ. ഏതൊക്കെയാണ് ആ 5 പ്രത്യേകതകൾ? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്‌ലിസിലേക്ക് സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, പല ഇടങ്ങേറിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, സ്ഥിരമായി നമ്മളെ മജ്‌ലിസിലേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ, പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, അതിന് വലിയ പരിഹാരങ്ങൾ തേടിക്കൊണ്ട് മജ്‌ലിസിലേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, അവരൊക്കെ ചോദിക്കുന്നത്, വിളിച്ചു ചോദിക്കുന്നത്, ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്, വീട്ടിൽ നോട്ടമുള്ളത്. ദൂരഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് നിലക്കാണ് മജ്‌ലിസിൽ നമ്മൾ ഈ അറിയിപ്പിന് ഇൻഷാ അല്ലാഹ് നമ്മൾ കൈമാറുന്നത്. ഇനി വരുന്ന കൺസൾട്ടിങ് ഉള്ളത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് കൺസൾട്ടിങ്. ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട്, പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ഒരു സഹോദരി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. 15 വർഷമായി തങ്ങളെ ഇത്തരം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്, ഇത്തരം പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. കണ്ണൂർ ജില്ലയിലുള്ള ഒരു സഹോദരി, അവരും അവരുടെ ഭർത്താവും 15 വർഷമായി ഈ പൈശാചികമായ കെണിയിൽ കുടുങ്ങി നിൽക്കുന്നു. നമ്മളവരുടെ കാര്യങ്ങൾ നോക്കുകയും അവരുടെ കണക്കുകൾ നോക്കുന്ന സമയത്ത് മാരകമായ വലിയ പ്രയാസമാണ് അവർക്ക് ഏറ്റിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അപ്പോഴാണ് അവർ പറയുന്നത്, അതിൻ്റെ കാര്യങ്ങൾ സത്യമാണ് തങ്ങളെ, 15 വർഷമായി ഞാൻ ഇത്ര പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നു. ധാരാളം ഈ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ഞാൻ ചെയ്തു, അതിനൊന്നും വലിയ പരിഹാരം എനിക്കുണ്ടായിട്ടില്ല. അതിന് വലിയ പരിഹാരം തങ്ങൾ കാണിച്ചു തരണം. അവരെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തു കൊടുക്കുകയും അൽഹംദുലില്ലാ ഈ നിമിഷം വരെ, നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഈ നിമിഷം വരെ അൽഹംദുലില്ലാ അവർ റാഹത്താണ്. ഞാനിത് പറയാൻ കാരണം ധാരാളം കേസുകൾ, നിരന്തരമായ കേസുകൾ, ഇത്തരം പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ,
സിഹർ സംബന്ധമായ കെണിവലകളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, പൈശാചിക മേഖലകളിൽ ധാരാളം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ശത്രുദോഷത്തിൽ, സർപ്പദോഷത്തിൽ, ബ്രഹ്മരശസിന്റെ പ്രയാസങ്ങൾ, പിണക്ക വിഷയങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പല പൈശാചിക മേഖലകളിൽ ഓരോരോ പിശാചികളുടെ പേരുകൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്ര മേഖലകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, റഹമുറാഹിമീനായ തമ്പുരാനെ, അതിനൊക്കെ വലിയ സലാമത്ത് അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അതിന് വലിയ രക്ഷ നീ പ്രദാനം ചെയ്യണേ അല്ലാ. രക്ഷ നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, അത്ര പ്രയാസങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നീ കാവൽ നീ നൽകണേ അല്ലാ. നീ കാവൽ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വന്ന് സങ്കടം പറയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണേ അല്ലാ. അവരെ ഇടങ്ങേറുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. റഹമുറാഹിമീനായ അല്ലാ, ഇരു വീട്ടിലും അല്ലാ ഞങ്ങൾക്ക് രക്ഷ സലാമത്ത് നീ നൽകണേ അല്ലാ. സലാമത്ത് നീ നൽകണേ അല്ലാ. ഞങ്ങളെ കൊയക്കല്ലോ അല്ലാ, ഞങ്ങളെ തളർത്തല്ലോ അല്ലാ. ഞങ്ങൾക്ക് ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അഭിമാനം നീ നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ 5 അത്ഭുതകരമായിട്ടുള്ള ബറാഅത്തിന്റെ രാവിന്റെ മഹത്വങ്ങൾ എണ്ണിയെടുത്ത് മഹാനായ റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ 5 അത്ഭുതകരമായിട്ടുള്ള മഹത്വങ്ങൾ. ഒന്നാമത്തെ മഹത്വമായിട്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു എണ്ണിയത് യുക്തിപൂർണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ രാവിലാണ്. യുക്തിപൂർണമായിട്ടുള്ള യുക്തിക്ക് അനുയോജിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ രാവിലാണ്, ബറാഅത്ത് രാവിൽ. അതല്ലേ ഒരു കൊല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ബറാഅത്ത് രാവിലാണ്. രണ്ടാമതായിട്ട് മഹാനവറുകൾ എണ്ണിയത് ബറാഅത്ത് രാവിലെ ഇബാദത്തിന് വലിയ പുണ്യമുണ്ട്. വലിയ പുണ്യമുള്ളതാണ് ബറാഅത്തിന്റെ രാവിലുള്ള ഇബാദത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബറാഅത്ത് രാവിൽ ധാരാളമായി നിസ്കരിക്കുന്നവർക്ക് മലക്കുകൾ പാപമോചനം തേടും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും, ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും, പിശാചിൽ നിന്ന് വലിയ കാവൽ അവന്റെ ജീവിതത്തിലുണ്ടാകും. ആപത്തുണ്ടാവൂല, ഇടങ്ങേറുണ്ടാവൂല, മുസീബത്തുണ്ടാവൂല, ബലാ ഉണ്ടാവൂല. ഒരു കൊല്ലം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഒരു പ്രയാസങ്ങൾ അല്ലാഹു നൽകൂല. ധാരാളമായി നിസ്കരിക്കുന്നവർക്ക് മലക്കുകൾ പാപമോചനം തേടും എന്ന് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് വലിയ മഹത്വമുള്ള രാവാണ് ഈ ബറാഅത്തിന്റെ രാവ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു മൂന്നാമതായി എണ്ണിയത് ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് മൂന്നാമതായിട്ട് എണ്ണിയത് ബറാഅത്ത് രാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. ധാരാളം അനുഗ്രഹങ്ങൾ ബറാഅത്ത് രാവിൽ വർഷിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് എൻ്റെ ഉമ്മത്തിന് അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കൽബ് ഗോത്രക്കാർ ധാരാളം ആടിനെ വളർത്തിയ ഗോത്രമായിരുന്നു കൽബ് ഗോത്രം. അവരുടെ ആടിൻ്റെ എണ്ണത്തിൻ്റെ രോമത്തിനനുസരിച്ച് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അനുഗ്രഹങ്ങളല്ലോ നമുക്ക് ചൊരിഞ്ഞു തരിക. എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചൊരിഞ്ഞു തരുന്നത്. അതിൻ്റെ ആടിൻ്റെ എണ്ണത്തിൻ്റെ രോമത്തിനനുസരിച്ച് അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും.
അത്രയും പവർഫുൾ ആയിട്ടുള്ള ബർക്കത്താക്കപ്പെട്ട രാവാണ് ബറാഅത്തിന്റെ രാവ്. അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി നൽകും. നമ്മൾ ചോദിക്കുന്നത് മുഴുവൻ ഹലാലായ മുറാദുകൾ മജ്‌ലിസ് കാണുന്നവരിൽ ഇൻഷാ അല്ലാഹ് ആ രാവിലെ നമ്മൾ ചോദിച്ചോ അല്ലാഹ് നിനക്ക് നൽകും. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, പായാക്കണ്ട, ഈ മജ്‌ലിസിനെ പായാക്കണ്ട, ഈ രാവിലെ നീ നഷ്ടപ്പെടുത്തി കളയണ്ട. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് നാലാമതായിട്ട് എണ്ണിയത് അല്ലാഹു വലിയ പാപമോചനം നൽകുന്ന രാവാണ് ബറാഅത്ത് രാവ്. അല്ലാഹു പാപമോചനം നൽകുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബറാഅത്ത് രാവിൽ അല്ലാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ദോഷം പുറത്തു കൊടുക്കും. 5 വിഭാഗം ആളുകൾക്ക് ഒഴികെ, 5 വിഭാഗം ആളുകൾക്ക് ഒഴികെ. ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കി. ഈ 5 വിഭാഗം എണ്ണുന്ന സമയത്ത് ഞങ്ങളോ, നമ്മുടെ കുടുംബത്തിലുള്ളവരോ, നമ്മളെ മക്കളോ, നമ്മളെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭാര്യമാരോ പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്ക്. നീ നോക്ക്, ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ആരാണ് 5 വിഭാഗം ആളുകൾ? ദോഷം പൊറുക്കാത്ത, ബറാഅത്ത് രാവിൽ ദോഷം പൊറുക്കാത്ത 5 വിഭാഗം ആരാണ്? 5 വിഭാഗം മുഅ്മിനീങ്ങളെ? ഒന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് മദ്യപാനികള്, കള്ളുകുടിയന്മാർ, മദ്യപിക്കുന്ന ആളുകള്. അല്ലാഹു ദോഷം പൊറുക്കൂല. ബറാഅത്ത് രാവിന്റെ അന്നത്തെ ദോഷം അല്ലാഹു പൊറുക്കൂല. ബറാഅത്ത് രാവിലെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കും, അവരുടെ ദോഷം അല്ലാഹു പൊറുക്കൂല. മദ്യപാനികള്, മനസ്സിൽ വിദ്വേഷം വെച്ച് പൊറുപ്പിക്കുന്നവര്, അവരോട് കുശുമ്പ്, മറ്റുള്ളവനോട് ദേഷ്യം, തെറ്റി നടക്കുന്നവര് അല്ലാഹു ദോഷം പൊറുക്കൂല. കിബ്റും ഹസദും എല്ലാം പേറി നടക്കുന്ന, മനസ്സ് മ്ലേച്ഛമാക്കിയവൻ, ദുശീലങ്ങളെ കൊണ്ട് മനസ്സിനെ മ്ലേച്ഛമാക്കിയവന്റെ ദോഷം അല്ലാഹു പൊറുക്കൂല. മൂന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് വ്യഭിചാരം പതിവാക്കിയവൻ, വ്യഭിചാരിക്ക് അല്ലാഹു ദോഷം പൊറുക്കൂല. നാലാമതായിട്ട് എണ്ണിയത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനും അല്ലാഹു ദോഷം പൊറുക്കൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു ദോഷം പൊറുക്കൂല. അഞ്ചാമതായിട്ട് എണ്ണിയവൻ സിഹ്ർ ചെയ്യുന്നവൻ, അതിനായിട്ട് മണ്ടി നടക്കുന്നവൻ, മറ്റുള്ളവനെ നിലം പതിപ്പിക്കണം. അസൂയയും കിബ്റും ഹസദും എല്ലാം മനസ്സിൽ പേറിക്കൊണ്ട് അവനങ്ങില്ലാതാവും. എപ്പോഴാണ് അവൻ ഉയർന്നത്? അതിന് വേണ്ടി ഓരോരിടത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവളിങ്ങനെ മണ്ടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാണാൻ വയ്യ അവൻ ഉയരുന്നത്, ഒരിക്കലും എനിക്ക് കാണാൻ വയ്യ. ഒരിക്കലും അസൂയാലിക്ക് അല്ലാഹു ഉയർത്തൂല. ഈ സിഹറിനെ കൊണ്ട് നടക്കുന്നവൻ അല്ലാഹു പരാജയപ്പെടുത്തും. അവനക്ക് ദുനിയാവിലും ആഖിറത്തിലും അവൻക്ക് പരാജയം തന്നെയാണ്. ഈ 5 വിഭാഗം ആളുകൾക്കല്ലാതെ എല്ലാ ആളുകളെയും ദോഷം അല്ലാഹു പൊറുക്കും. ഏത് രാവിൽ? ബറാഅത്ത് രാവിൽ. അപ്പൊ ദോഷം പൊറുക്കുന്ന രാവാണ് ബറാഅത്ത് രാവ്. അഞ്ചാമതായിട്ട് മഹാനായ റാസി റളിയല്ലാഹു തആല അൻഹു ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ എണ്ണിയെടുത്ത് അഞ്ചാമതായിട്ട് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമുദായത്തിന് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തത് ശഅബാൻ 15 രാവിലാണ്, അഥവാ അത് ബറാഅത്ത് രാവിലാണ്. രാവിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ഹബീബായ തങ്ങൾക്ക് തൻ്റെ സമുദായത്തിന് വേണ്ടി ശുപാർശക്കുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തത് 13-ന് പകുതിയും 14-ന് മുക്കാലും പരിപൂർണമായിട്ട് കൊടുത്തത് 15-ന്റെ രാവിലുമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ രേഖപ്പെടുത്തുന്നു.
അതുകൊണ്ട് ഇത്രയും വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ഈ ബറാഅത്ത് രാവിനെ നമ്മൾ ധന്യമാക്കണം. എങ്ങനെ ധന്യമാക്കണം? ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ല. ഈ ബറാഅത്ത് രാവ് എന്താണ് നമ്മൾ ഉണർത്തുന്നത്? എന്തായി? റമളാൻ അടുത്തായി, കഴിഞ്ഞ്. ബറാഅത്ത് രാവോടുകൂടി ശഅബാനിന്റെ റമളാനെ നമ്മൾ വരവേൽക്കണം. റമളാൻ അടുത്ത് വരവായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ ബറാഅത്ത് രാവിൽ ധാരാളം അമലുകൾ ചെയ്യാൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ധാരാളം അമൽ ചെയ്യാൻ നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട റമളാനിനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റമളാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ റമളാനിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ ശഅബാനിൽ ധാരാളം അമലുകൾ ചെയ്തു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ബറാഅത്ത് രാവിൽ ധാരാളം അമലുകൾ ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റമളാനിലേക്ക് എത്തി, റമളാനിൽ ധാരാളം അമല് ചെയ്യാനും, ധാരാളം ദിക്റുകൾ ചൊല്ലാനും, ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും, ധാരാളം ഖത്മുകൾ പൂർത്തിയാക്കാനും അല്ലാഹ് നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, നീ ആരോഗ്യം നൽകണേ അല്ലാഹ്, നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്. അവസാനത്തെ ശഅബാനാക്കി ഈ ശഅബാൻ ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാഹ്. ഇനിയും ശഅബാനിൽ കൂടാനും, റജബിൽ കൂടാനും, റമളാനിനെ വരവേൽക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മളെ സയ്യിദിയ്യ മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഇൻഷാ അല്ലാഹ് യാത്ര പുറപ്പെടുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ, താല്പര്യപ്പെടുന്ന ആളുകൾ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്താണ്. അതിൻ്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിലും, അതിൻ്റെ താമസ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും, ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിലും, അതിൻ്റെ കേന്ദ്രങ്ങൾ, സിയാറത്ത് കേന്ദ്രങ്ങൾ, അതിനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും നോക്കുകയാണെങ്കിലും വലിയ റാഹത്താണ്. വലിയ റാഹത്തായ രീതിയിലാണ് സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നത്. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് സീറ്റുകൾ ഉറപ്പുവരുത്തും. റഹ്മുർ റഹീമീനായ അല്ലാഹ് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.